Hello students, this is a class about self-induction. This is our 5th class of the chapter number 6 electromagnetic induction of your NCERT plus 2 physics. Today we will discuss in detail about self-induction, and the main points to be discussed today are the self-induction and self-induced EMF or back EMF and self-inductance of a long solenoid, energy stored in inductor, and we will do certain numerical problem also. In the previous class we studied in detail about mutual induction. What was the mutual induction? It is the phenomenon of producing EMF in a coil due to the change in current in the nearby coil or neighboring coil. This was the process of mutual induction. Here, instead of taking two coils, we are taking only one coil. Okay, and if a current flows through that coil, there will be surely a magnetic field linked with that coil. If the current changes in that coil, there will be a change in magnetic field also. If there is a change in magnetic field, then the magnetic flux associated with the coil also changes. So, if there is a change in magnetic flux, we know there will be an EMF induced in it. This process of or this phenomenon of producing an EMF in a coil due to the change in current in the same coil itself is known as self-induction. ഞാൻ വിശദമാക്കാം. അതായത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷനെ സംബന്ധിച്ചിട്ട് രണ്ട് കോയിൽസാണ് ഉണ്ടായിരുന്നത്. ഒരു കോയിലുണ്ടാവുന്ന കറണ്ടിൻ്റെ ചേഞ്ചിൻ്റെ ഫലമായിട്ട് കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിയർ ബൈ കോയിലിൽ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദാറ്റ് വാസ് ദ പ്രോസസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പക്ഷേ സെൽഫ് ഇൻഡക്ഷൻ്റെ കേസിൽ ഹിയർ വി ആർ ടേക്കിംഗ് ഓൺലി വൺ കോയിൽ, ഒറ്റ കോയിൽ എടുക്കുള്ളൂ. ആ കോയിലിൽ കറണ്ട് ഒഴുകുമ്പോൾ ആ കറണ്ട് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചുറ്റുമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇഫ് ദ കറണ്ട് ചേഞ്ചസ്, ദാറ്റ് ഈസ് കറണ്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഇഫ് ദ കറണ്ട് ഈസ് ഡിക്രീസിങ്, കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം വരുന്നു. ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിനും വ്യതിയാനം വരുന്നു. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദർ വിൽ ബി ആൻ EMF ഇൻഡ്യൂസ്ഡ്. അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഫിനോമിനയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കോയിൽ ഒറ്റ കോയിലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. വേറൊരു കോയിലിൻ്റെ ഒരു ഹെൽപ്പില്ല. അപ്പോൾ അതാണ് പറയുന്നത്, വെൻ കറണ്ട് ഫ്ലോ ത്രൂ എ കോയിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ് വിച്ച് ഗെറ്റ്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. വെൻ കറണ്ട് ചേഞ്ചസ്, field with the coil changes, the flux will change. Any change in flux will produce EMF. This phenomenon of getting EMF is called self-induction, and the EMF thus produced is known as self-induced EMF. ഇങ്ങനെ കിട്ടുന്ന EMFന് പറയുന്ന പേരാണ് self-induced EMF. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നോക്കാം. You consider an inductor. Inductor എന്ന് പറയുന്നത് we are representing like a coil. That is an inductor like this, and this inductor is connected to a battery, 12 volt, and through a switch or a key. If you press this switch, surely a current will flow. 2 ampere ആണ് അതിലൂടെ ഒഴുകുന്ന കറണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വിച്ച് ഒട്ടുടനെ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ പ്രസ് ചെയ്ത ഉടനെ തന്നെ കറണ്ട് 2 ampere ആയിട്ട് അങ്ങോട്ട് ഒറ്റയടിക്ക് മാറില്ല ചെയ്യുന്നത്. ഇറ്റ് ഡെഫിനറ്റ്ലി ടേക്ക് സർട്ടൺ ടൈം. അതായത് കുറച്ച് സമയം എടുത്തിട്ടാണ് അത് 0 കറണ്ടിൽ നിന്ന് അത് 2 ampere കറണ്ടിലേക്ക് എത്തുന്നത്. നമുക്ക് ഒരു കറണ്ടും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ടൈമും ഇത് കറണ്ടും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇറ്റ് വിൽ ടേക്ക് സർട്ടൺ മൈക്രോ സെക്കൻഡ്. ഞാനിവിടെ 1 micro second അങ്ങനെ കൃത്യമായിട്ട് പറയാനുള്ള വളരെ ചെറിയൊരു സമയം എടുക്കുന്ന അത്രയും സമയം കൊണ്ട് കറണ്ട് 0യിൽ നിന്ന് കൂടി 2 ampere എത്തുന്നു. ദെൻ ഇറ്റ് കറണ്ട് ബിക്കം സ്റ്റഡി. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ 2 ampere അതിലൂടെ ഒഴുകുന്ന കറണ്ട് പെട്ടെന്ന് 0 ആവുകയല്ല, അത് ഗ്രാജുവലി കറണ്ട് ഡീക്കേ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഈസ് ഗ്രോയിങ് വെരി സ്ലോലി ആൻഡ് ബിക്കം സ്റ്റഡി. സ്ലോലി എന്ന് പറഞ്ഞാൽ അതെടുക്കുന്ന സമയം കുറേ അധികം എന്നുള്ളതല്ല, കുറച്ച് സമയം എടുത്തുകൊണ്ട് വളരെ നെഗ്ലിജിബിൾ ആയ സമയം എടുത്തുകൊണ്ടാണ് കറണ്ട് ഗ്രോ ചെയ്യുന്നത്. അതേപോലെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേക്സ് സർട്ടൺ ടൈം ടു ബിക്കം 0. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് സ്വിച്ച് കറണ്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരുന്നു. അപ്പോഴാണ് അവിടെ EMF ഉണ്ടാവുന്നത്. അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് അവിടെ
പെട്ടെന്നാണ് കറണ്ട് 0 ആവുകയില്ല, അത് കുറച്ച് സമയം എടുക്കുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവിടെ കറണ്ട് കുറയുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു, അപ്പോഴേയും അവിടെ EMF ഉണ്ടാവുന്നു. അതായത് നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സ്പാർക്ക് അവിടെ കാണുന്നതിനുള്ള കാരണം ഈ സെൽഫ് ഇൻഡക്ഷൻ ആണ്. കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ചിന്റെ ഫലമായിട്ട് അവിടെ EMF ഉണ്ടാവുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും കറണ്ട് ഡീകേ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ചിന്റെ ഫലമായിട്ട് EMF ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമുക്ക് കാര്യം വ്യക്തമാണ്, കറണ്ടുമായി ബന്ധപ്പെട്ടാണ് ഫ്ലക്സ് കിടക്കുന്നത്. കറണ്ട് ഗ്രാജുവൽ ആയിട്ട് സ്റ്റഡി ആയിട്ട് പോവുകയാണെങ്കിൽ, കറണ്ട് സ്റ്റഡി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നില്ല. കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്തും കറണ്ട് ഡീകേ ചെയ്യുന്ന സമയത്തുമാണ് ഫ്ലക്സിന് വ്യത്യാസം വരുന്നത്. സോ ഫ്ലക്സ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് കറണ്ട്. 5B is directly proportional to electric current. ഈ പ്രൊപ്പോർഷനാലിറ്റി നമുക്ക് മാറ്റാം. 5B is equal to Li. L എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആണ്. ദിസ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്റ്റൻസ്. ദ കോൺസ്റ്റന്റ് L ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയും കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മാഗ്നറ്റിക് ഫ്ലക്സ് 5B ഈസ് റിലേറ്റഡ് ടു കറണ്ട് ബൈ ദ റിലേഷൻ 5B is equal to Li, where L is known as സെൽഫ് ഇൻഡക്റ്റൻസ്. നമ്മൾ ഈ തരത്തിലുള്ള ഇതേ ഫോമിലുള്ള റിലേഷൻസ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനൊന്നും പറയാം. V is directly proportional to I. Voltage is directly proportional to current by Ohm's law. So V is equal to R into I, where R is known as the resistance of the conductor. But what you have to know is that നമുക്ക് already അറിയാവുന്ന ഒരു കാര്യമാണ്, the resistance of the conductor does not depend on either voltage or current. അതായത് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജിനെയോ കറണ്ടിനെയോ അല്ല ഡയറക്റ്റായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സർട്ടൻ പാരാമീറ്റേഴ്സ് ഓഫ് ദി കണ്ടക്ടർ. ഫോർ എക്സാമ്പിൾ ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അതായത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കണ്ടക്ടറിന്റെ ലെങ്ത്തിനെയും അതുപോലെ കണ്ടക്ടറിന്റെ ഏരിയയാണ്. R is equal to ρ L by A. നമുക്കറിയാവുന്ന റിലേഷൻ ആണ് R is equal to ρ L by A. ρ is the resistivity. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് പഠിച്ച റിലേഷൻ ആണ് charge is directly proportional to potential difference, or Q is equal to CV, where C is a constant that is known as capacitance of the conductor. This capacitance also does not depend on either Q or V directly, but C depends on the dimension of the capacitor. For a parallel plate capacitor, we know the relation C is equal to what? Epsilon 0 A by D, where A is the area of the parallel plate and D is the separation between the plates. Okay, similarly here 5B is directly proportional to I, or 5B is equal to Li. Here the self inductance also depends on the certain dimensions of the inductor. For example, the number of turns and shape of the coil. Coil shape അനുസരിച്ചും അതുപോലെ ടേൺസിന്റെ എണ്ണത്തിന് അനുസരിച്ചാണ് L മാറുന്നത്. അല്ലാതെ L is not depending on 5B or I. Then SI unit of self inductance is Weber per ampere, because Weber is the unit of magnetic flux and current unit എന്ന് പറയുന്നത് ആംപിയർ ആണ്. സോ വെബർ per ampere is known as Henry. So Henry is the unit of self inductance. Henry is the same unit of mutual inductance also. And you know the relation L is equal to now 5B by I, and suppose if there are n turns, for n turns L is equal to n 5B by I. n 5B by I. Take this I to this side, so it become n 5B is equal to Li. n 5B is equal to Li, taking differential on both sides, that is n into, n is a constant which is number of turns, n into d 5B by dt is equal to L is a constant into di by dt. കറണ്ടിന് ചേഞ്ച് വരുമ്പോൾ ഫ്ലക്സിന് ഉണ്ടാവുന്ന വ്യത്യാസം, അപ്പോൾ di by dt. നമുക്കറിയാം അക്കോർഡിംഗ് ടു ലെൻസസ് ലോ n into d 5B by dt is equal to minus c. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ടേമിന് പകരം മൈനസ് സി എന്ന് കൊടുക്കാം. സോ മൈനസ് സി is equal to L into di by dt, or E is equal to minus L into di by dt. This is our self-induced EMF or back EMF. Our expression for induced EMF in a solenoid or in a coil is equal to minus L into di by dt. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആണ്. കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ചിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവുന്നു? EMF ഉണ്ടാവുന്നു. If there is no change in current, there will be no back EMF producing there. ഇവിടെ ബാക്ക് EMF അല്ലെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ച്, കറണ്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഈസ് ഗ്രോയിങ്, സോ അറ്റ് ദാറ്റ് ടൈം ദ കറണ്ട് ഈസ് ചേഞ്ചിങ്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഈസ് ഡീക്കേയിങ്, അപ്പോൾ അവിടെ കറണ്ടിന്റെ ചേഞ്ച് വരുന്നു. ആ കറണ്ടിന് വരുന്ന ചേഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന EMFനെയാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ബാക്ക് EMF എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം.
നമുക്ക് അറിയാവുന്ന റിലേഷനാണ് E is equal to minus L into di by dt. നമ്മൾ അതിൻ്റെ മോഡുലസ് മാത്രം എടുക്കാം, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ we can write it as modulus of E is equal to L into di by dt. Here if you take di by dt, that is the change, rate of change of current, that is di by dt എന്നുള്ളത് 1 ampere per second എടുത്തു കഴിഞ്ഞാൽ, that is ഇത് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ what will be the equation? Modulus of E is equal to L. അപ്പോൾ E എന്നുള്ള എന്തായി മാറും? L എന്നായി മാറും. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി EMF induced in the coil. എപ്പോൾ? when the rate of change of current is unity. ഒരു കോയിലൂടെ ഒഴുകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് യൂണിറ്റി അല്ലെങ്കിൽ 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ എന്ത് പറയാം? ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നു. എന്താണ് അതിന് യഥാർത്ഥ റീസൺ? നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. ഇവിടെ E is equal to minus L into d by dt എന്നുള്ളത് ഇവിടെ മൈനസ് സൈൻ കാണിക്കുന്നത് എന്താണെങ്കിൽ the self-induced EMF is also called back EMF. It opposes any change in current. എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് EMF tries to oppose the change in current. എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടുകയാണെങ്കിൽ ആ കൂടുന്നതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു, കറണ്ട് കുറയുകയാണെങ്കിൽ ആ കുറയുന്നതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ അങ്ങനെ ഉണ്ടാവുന്ന EMF ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ ബാക്ക് EMF എന്ന് പറയുന്നത്. ഫിസിക്കലി സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ് ഇനേർഷ്യ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച ഒരു കാര്യമാണ് ലോ ഓഫ് ഇനേർഷ്യ. വാട്ട് ഈസ് ലോ ഓഫ് ഇനേർഷ്യ? ഇനേർഷ്യ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഇറ്റ് റെസിസ്റ്റ് ഇറ്റ്സ് ചേഞ്ച് ഓഫ് റെസ്റ്റ് ഓർ ചേഞ്ച് ഓഫ് മോഷൻ. ആ റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയെ സംബന്ധിച്ച് അതിന് മൂവ് ചെയ്യാനോ അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്ന ബോഡിയെ സംബന്ധിച്ച് അതിന് തനി റെസ്റ്റിലാവാനോ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഇനബിലിറ്റി ഓഫ് എ ബോഡി നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസും. അപ്പോൾ ഇനേർഷ്യ എന്നുള്ളത് മെക്കാനിക്സിൽ മാസുമായി ബന്ധപ്പെടുന്ന റിലേഷൻ. ദാറ്റ് ഈസ് ആക്ച്വലി മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. നമുക്കറിയാം മാസ് കൂടിയ വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഇനേർഷ്യ കൂടുതലാണ്, മാസ് കുറവാണെങ്കിൽ ഇനേർഷ്യ കുറവാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഫിസിക്കലി സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ് ഇനേർഷ്യ. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ആക്ച്വലി ദ ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ്. എന്ന് പറഞ്ഞാൽ മെക്കാനിക്സിൽ എന്താണോ മാസ് ചെയ്യുന്ന റോള് അതാണ് ഇലക്ട്രിസിറ്റിയിൽ ആര് ചെയ്യുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് ചെയ്യുന്നത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ്. ഓക്കെ, സോ ദാറ്റ് അബൌട്ട് ദി ബാക്ക് EMF. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ്. സോ ഹിയർ വി ആർ കൺസിഡറിംഗ് എ ലോങ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L and total number of turns as capital N. It is a solenoid and this solenoid is connected to a battery. It is a key, and if you close the key, current will flow through the inductor and surely there will be a magnetic field linked with that inductor. What will be the magnetic field inside a solenoid? We know the expression magnetic field inside a solenoid B is equal to mu naught N into I. What is small n? Small n is the number of turns per unit length. That is small n is equal to capital N by L. Okay. Then magnetic flux phi B is equal to, we know this B into A. Substituting for B, so B ki പകരം കൊടുക്കാം mu naught Ni into A. Mu naught Ni into A. And if you take N turns, that is capital N turns ആണ് നമ്മൾ പറഞ്ഞ സോളിനോയിഡിന്റെ കേസിൽ. ഇതൊരു സിംഗിൾ ടേണിന്റെ കേസാണ്. അപ്പോൾ ഫോർ N turns phi B is equal to N into B into A. ഓക്കെ, സോ phi B is equal to N into B ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക mu naught N I into A. And we can replace small n by capital N into L. എന്താ കാരണം? നമുക്കറിയാം സ്മോൾ n is equal to capital N by L ആണ്. സോ capital N is equal to small n into L. അപ്പോൾ ക്യാപിറ്റൽ N പകരം സ്മോൾ n into L എന്ന് കൊടുത്തു. mu naught Ni into A. ആൻഡ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ phi B is equal to mu naught N into N square കിട്ടി, A L into I. So this is the magnetic flux linked with the solenoid. And also we know the basic equation magnetic flux phi B is equal to L into I, where L is the self inductance of solenoid. So phi B is equal to Li. If you compare these two equations, LHS are equal, and on RHS here is I, here is I, that is common. So what's the remaining terms? Here is L, here is mu naught N square A into L. So these two are equal. So L is equal to mu naught
N square A L. So that is the self-inductance of a long solenoid, where A is the area cross section of the solenoid, L is the length of the solenoid, small n is the number of turns per unit length. Now, we have solenoid. The core of the solenoid is filled with air. Suppose if the air is replaced by another magnetic material of relative permeability mu r, then the relation becomes L is equal to mu naught mu r n square A into L. എന്ന് പറഞ്ഞാൽ എയർ ആയിരിക്കുന്ന സമയത്തുള്ള സെൽഫ് ഇൻഡക്റ്റൻസിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? mu r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും ഇക്വേഷൻ L is equal to mu naught mu r n square A into L. So that about the self inductance of a long solenoid. Next topic is energy stored in an inductor. So we are considering an inductor L. It is connected to a voltage source through a switch. So if we close the switch, what will happen? We are closing the switch, so a current through the coil increases. അല്ലേ? അതായത് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞ കറണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയടിക്കാൻ പീക്കാവല്ല ചെയ്യുന്നത്. കറണ്ട് ബിഗിൻസ് ടു ഗ്രോ, കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ട് there will be a flux change. അതിൻ്റെ ഫലമായിട്ട് there will be a back EMF. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് a back EMF is developed there. And this back EMF naturally opposes the further growth of current. ആ കറണ്ടിൻ്റെ ഗ്രോത്തിനെ ആ ബാക്ക് EMF ഒപ്പോസ് ചെയ്യുന്നു. പക്ഷെ നമുക്കവിടെ കറണ്ട് സ്റ്റഡി ആയിട്ട് നിൽക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? എ വർക്ക് ഈസ് ഡൺ ബൈ വോൾട്ടേജ് സോഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതായത് കറണ്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നു. ആ ബാക്ക് EMF opposes the further growth of current. So to establish a steady flow of current in the circuit, the battery or the voltage source has to do some kind of work to establish the current in the circuit. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിസ് വർക്ക് ഈസ് stored as energy of the inductor. അപ്പോൾ നമ്മൾ ഈ വർക്കാണ് കണ്ടെത്തേണ്ടത്. ആ ബാറ്ററി സോഴ്സ് ചെയ്യുന്ന വർക്കാണ് അവിടെ ഇൻഡക്ടറിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എനർജി കണ്ടെത്താൻ നോക്കാം. കുറേ കറണ്ട് ഐ ഡാഷ്, അതായത് ഏതൊരു ഇൻസ്റ്റന്റിൽ ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഐ ഡാഷ് ആണെന്ന് വിചാരിക്കുക. സോ ഫോർ എ കറണ്ട് ഐ ഡാഷ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഇൻ ദ സർക്യൂട്ട് നമുക്ക് എഴുതാം റേറ്റ് ഓഫ് വർക്ക് ഡൺ. അതായത് വർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് dW/dt ഈസ് ഈക്വൽ ടു EMF ഇൻറ്റു ഐ ഡാഷ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു EMF ഇൻറ്റു ചാർജ്. dW ഈസ് ഈക്വൽ ടു EMF ഇൻറ്റു ചാർജ്, എ സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് dQ. നമ്മളിവിടെ dW/dt എന്ന് എടുക്കുന്നു, dt ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ E ഇൻറ്റു ഇവിടെ dQ/dt എടുക്കുന്നു. പക്ഷെ നമുക്കറിയാം dQ/dt എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് കറണ്ട്. ഈ ഇൻസ്റ്റന്റിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഐ ഡാഷ് ആണ്. സോ dW/dt ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഐ ഡാഷ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. dW/dt ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഐ ഡാഷ്. പക്ഷെ നമുക്കറിയാം modulus of EMF, that is E is equal to L into di dash by dt. ബാക്ക് EMF ഇക്വേഷൻ നമ്മൾ അതിൻ്റെ മോഡുലസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ E is equal to L into di dash by dt. ഓക്കെ, സോ ഇക്വേഷൻ എന്തായി മാറും? dW/dt is equal to ഇക്വേഷൻ dW/dt is equal to ഈ ഇക്ക് പകരം എന്ത് കൊടുത്തു? L into di dash by dt into പിന്നെ ഇവിടെ ഐ ഡാഷ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. dW/dt is equal to L into di dash by dt into I dash. ഓക്കെ, ഈ രണ്ട് സൈഡിലുള്ള dt ഒഴിവാക്കുന്നു. സോ വാട്ട് ദി ഇക്വേഷൻ ബിക്കംസ് dW is equal to L I dash into di dash എന്ന് എഴുതാം. ദാറ്റ് ഈസ് dW is equal to L into I dash into di dash. അപ്പോൾ നമുക്ക് ഇവിടെ ഐ ഡാഷ് എന്നുള്ള കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായുള്ള വർക്കാണ് കിട്ടിയിരിക്കുന്നത്. dW is equal to L I dash di dash. നമുക്ക് വേണ്ടത് ടോട്ടൽ ഈ സർക്യൂട്ടിലെ കറണ്ട് ഐ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് വേണ്ടതുള്ളത് കൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ കറണ്ട് ഐ എന്നുള്ള കറണ്ടാണ് സർക്യൂട്ടിൽ മൊത്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ W is equal to നമ്മൾ 0 മുതൽ ഐ വരെ മാക്സിമം അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കറണ്ട് ഐ ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് കറണ്ടാണ് ഐ ഡാഷ്. അപ്പോൾ 0 to I L I dash di dash. ഓക്കെ, L is a self-inductance, that is a constant, take it outside. So L into integral 0 to I dash di dash. L constant and പുറത്തേക്ക് എടുത്തു. What is the integral of
ഐ ഡാഷ് നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ള പോലെ ഇന്റഗ്രൽ ഓഫ് ഐ ഡാഷ് ഡി ഐ ഡാഷ് ഇസ് ഈക്വൽ ടു എല്ലാം അതേപോലെ എഴുതി ഐ ഡാഷ് സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് കൊടുത്തു 0 മുതൽ ഐ വരെ. എന്താ അടുത്ത സ്റ്റെപ്പ്? ഇന്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് എൽ അതേപോലെ എഴുതി ഐ ഡാഷിന് ആദ്യം ഐ കൊടുത്തു, സോ ഐ സ്ക്വയർ മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് 0 ആണ്, സോ ഐ സ്ക്വയർ മൈനസ് 0 ബൈ 2. ഐ സ്ക്വയർ മൈനസ് 0 ഈസ് ഐ സ്ക്വയർ ഇറ്റ്സെൽഫ്, സോ ബിക്കംസ് എൽ ഐ സ്ക്വയർ ബൈ 2. ഇതിപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? ദിസ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദി കറണ്ട്. ഈ ബാറ്ററി സോഴ്സ് ചെയ്ത വർക്കാണ് ഇത്രയും, അതായത് ഐ എന്നുള്ള കറണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ബാറ്ററി സോഴ്സ് ചെയ്ത വർക്കാണ് എൽ ഐ സ്ക്വയർ ബൈ 2. ഇത്രയും വർക്കാണ് ബാറ്ററി ചെയ്ത അത്രയും വർക്കാണ് അവിടെ ഇൻഡക്ടറിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ബിൽഡ് അപ്പ് ദി കറണ്ട് ഐ ഈസ് U is equal to half L I square. So this much amount of energy will be stored in the inductor. That is U is equal to half L I square. നമുക്ക് മെക്കാനിക്സിൽ അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഇക്വേഷൻ, കൈനറ്റിക് എനർജി is equal to half mv square. So if you consider these two equations, this term m is related to the self inductance L. L ന് corresponding ആയ മെക്കാനിക്സിൽ അതേ ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. സോ ഹിയർ എൽ ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ. എം എന്നുള്ളത് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ ഇൻ മെക്കാനിക്സ്. സിമിലർലി എൽ ഈസ് ദ ഇലക്ട്രിക്കൽ ഇനേർഷ്യ വിച്ച് ഒപ്പോസസ് ദി ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട്. അതായത് എം മെക്കാനിക്സിൽ ചെയ്യുന്ന അതേ റോളാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ ആര് ചെയ്യുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് ആയിട്ടുള്ള എൽ ചെയ്യുന്നത്. കപ്പാസിറ്റർ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻസിലൊക്കെ തന്നെ ഒരേ സിമിലാരിറ്റി കാണാനുണ്ട്. ഇവിടെ ഇറ്റ് ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ, ഹിയർ ഇറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ, ഹിയർ ഇറ്റ് ഈസ് ഹാഫ് സി വി സ്ക്വയർ. ഈ ഇക്വേഷനിൽ ഇവിടെ ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ്. ഇൻഡക്ടർ സ്റ്റോർസ് എനർജി പെർമനൻ്റ്ലി ഇൻ ദി ഇൻഡക്ടർ ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കപ്പാസിറ്റർ stores energy in capacitor in the form of electric field. നമ്മൾ മനസ്സിലാക്കാനാണ് ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കപ്പാസിറ്ററിന്റെ കേസിൽ ഇറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 6.10 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി, ഏരിയ എ ആൻഡ് ലെങ്ത് എൽ ഓഫ് സോളിനോയിഡ്. മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഈ ടേമുകളിലായിട്ട് നമ്മൾ കണ്ടെത്തണം. മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ, അതുപോലെ ലെങ്ത് എൽ. ആൻഡ് ഹൗ ഡസ് ദിസ് മാഗ്നറ്റിക് എനർജി കമ്പയർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നമ്മൾ കപ്പാസിറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ മനസ്സിലാക്കിയിട്ട് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് എനർജി. അതായത് ഇൻ ദ കേസ് ഓഫ് സോളിനോയിഡ് ഇറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം മാഗ്നറ്റിക് എനർജി യു ബി is equal to ഹാഫ് എൽ ഐ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, നമുക്കറിയാം ഫോർ എ സോളിനോയിഡ് the magnetic field B is equal to mu naught n I. Okay, I എന്നുള്ള കാരണമാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് പറഞ്ഞാൽ B is equal to mu naught into Ni. Also the self inductance of a solenoid L is equal to mu naught n square A into L. N is the number of turns per unit length, A is the area and L is the length of the solenoid. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is UB is equal to ഹാഫ് എല്ലിന് പേര് എന്ത് കൊടുക്കാം? മ്യൂ നോട്ട് എൻ സ്ക്വയർ എ എൽ. ഐക്ക് പകരമായിട്ട് നമ്മുടെ ബിയുടെ ടേമിൽ കിട്ടണമെങ്കിൽ ഐ സീക്വൽ ടു അപ്പം എന്ത് വരും? ഐ സീക്വൽ ടു ബി ബൈ മ്യൂ 0 എൻ കൊടുക്കുക. ബി ബൈ മ്യൂ 0 എൻ ദി ഹോൾ സ്ക്വയർ. സോ ദ ഇക്വേഷൻ ബിക്കം യു ബി is equal to ഹാഫ് മ്യൂ നോട്ട് എൻ സ്ക്വയർ എൽ. അതേപോലെ എഴുതി ഇവിടെ ബി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി
mu naught square n square. Okay, n square get cancel. Mu naught square get cancel. So what's the remaining? That is half is here. Then b square by mu naught into AL. So that is the magnetic energy expression, half into b square by mu naught into AL. What is A into L? Area into length is volume. നമുക്ക് ഇത് മാഗ്നറ്റിക് എനർജി ആണെങ്കിൽ മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കാണണമെങ്കിൽ നമുക്ക് സ്മോൾ യു ബി എന്ന് എടുക്കാം. മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ AL കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പോവും? ആ AL ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ഹാഫ് b square by mu naught. So that is the expression for magnetic energy stored in a solenoid per unit volume. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ കമ്പയർ ചെയ്യേണ്ടത് ആരായിട്ടാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ടാണ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ കപ്പാസിറ്ററിനുമായി ബന്ധപ്പെട്ട കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചതിന് ശേഷം ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തുണ്ടായി. ദാറ്റ് ഈസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം for a parallel plate capacitor half epsilon 0 e square. This was expression. നമുക്ക് മുന്നേ കിട്ടിയതാണ് half epsilon 0 e square. അപ്പോൾ ഇവിടെ half കോമൺ ആണ്. ഇവിടെ മനസ്സിലാക്കാൻ പറ്റും magnetic energy per unit volume is directly proportional to the square of the magnetic field strength. Here electrostatic energy per unit volume is directly proportional to the square of the electric field strength. അപ്പോൾ ഈ രണ്ട് കേസിലും മാഗ്നറ്റിക് എനർജി ആയി കഴിഞ്ഞാലും ഇലക്ട്രിക് എനർജി കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്സ്. അത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെട്ട തിയറി പാർട്ടെല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ എയർ കോർ സോളിനോയിഡ് ഹാവിംഗ് എ ഡയമീറ്റർ ഓഫ് 4 cm ആൻഡ് എ ലെങ്ത് 60 cm. ഒരു സോളിനോയിഡിന്റെ ഡയമീറ്റർ 4 cm തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസ് വന്നാൽ എന്തെടുക്കാം? 2 × 10⁻², 4ന്റെ പകുതി. ദെൻ ലെങ്ത് ഈസ് ഗിവൺ ആസ് 60 × 10⁻², ദാറ്റ് ഈസ് 60 cm ആണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ ഈ തരത്തിലാക്കാം. ദെൻ വാട്ട് വിൽ ബി ദി ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് ഇഫ് ഇറ്റ് ഹാസ് എ അയൺ കോർ ഓഫ് റിലേറ്റീവ് പെർമിബിലിറ്റി 4000. അതായത് എയർ കോറിന് പകരം അയൺ കോറാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, അതായത് അതിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി μr തന്നിട്ടുണ്ട്. μr is given as 4000. what will be the new inductance? അപ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് L is equal to mu naught n square AL. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. n is the number of turns per unit length. അത് നമുക്കിവിടെ ആ ഡയറക്റ്റ് അല്ലെങ്കിൽ സ്മോൾ n കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ n ക്യാപിറ്റൽ n-ന്റെ ടേമിലാക്കാം. നമുക്കറിയാം സ്മോൾ n is equal to ക്യാപിറ്റൽ n/L എന്നാണ്. അതിൽ കൊടുക്കുന്ന സമയത്ത് L is equal to mu naught എന്ത് വരും? സ്മോൾ n പകരം L square AL. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? mu naught n square A/N. That is the self-inductance of solenoid if air is the core. അപ്പോൾ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ വാല്യൂ എൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 0.042 ഹെൻറി എന്നുള്ളതാണ് കിട്ടുക ഇഫ് എയർ ഇസ് ദി കോർ. ഇനി രണ്ടാമത്തെ ചോദ്യം, സോളിനോയിഡിൻ്റെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. എയർ മാറ്റിയിട്ട് അയൺ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, അപ്പോൾ എൽ അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു μr ഇൻറ്റു എൽ എയർ. അതായത് എയർ ആവുന്ന സമയത്തുള്ള ഇൻഡക്റ്റൻസിനെ μr കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയൺ കോർ ആവുന്ന സമയത്തുള്ള ഇൻഡക്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു μrന്റെ വാല്യൂ വന്നിട്ട് 4000 ഇൻറ്റു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ 0.042 ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 168 ഹെൻറി. അപ്പോൾ എയർ കോർ ആയിരിക്കുന്ന സമയത്തുള്ള ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഇറ്റ് ഈസ് ഓൺലി 0.042 ഹെൻറി. If the air is replaced by iron, the inductance value increases enormously to 168 Henry. So that about this problem. Second problem നോക്കാം. The current in a solenoid of 240 turns having length 12 cm and radius 2 cm changes at the rate of 0.8 ampere per second. di/dt ആണ് തന്നിരിക്കുന്നത്. Find the EMF induced in it. EMF കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ
EMF is equal to L into di/dt. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് കണ്ടുപിടിക്കണം. L കണ്ടുപിടിക്കണം. L is equal to mu naught n square A divided by L. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. mu naught ന്റെ വാല്യൂ 4 into 10⁻⁷ into total number of turns 240 the whole square into area pi r square ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. pi 3.14 into റേഡിയസ് തന്നിരിക്കുന്നത് 2 into 10⁻² whole square all divided by length. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.5 into 10⁻⁴ ഹെൻറി. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് EMF ദാറ്റ് ഈസ് E is equal to എന്ത് വരും L 7.5 into 10⁻⁴ into di/dt is given as 0.8. ഇത് നമുക്ക് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 6 into 10⁻⁻⁴ വോൾട്ട്. So that is the value of EMF induced. One more problem, and this is the last problem. A current of 20 milliampere is passing through a coil of inductance 500 millihenry. Inductance ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Find the magnetic energy stored in the coil if the current is part അങ്ങനെയാണ്. Then second part, if the current is halved, കറണ്ടിന്റെ വാല്യൂ ഹാഫ് ആക്കുകയാണെങ്കിൽ what is the value of energy? Find the new value of energy. നമുക്കറിയാം ഫസ്റ്റ് കേസിൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എൽ ഐ സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് ആവുകൊണ്ട് ഹാഫ് Li1 സ്ക്വയർ എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 100 into 10⁻⁻6 ജൂൾ. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് U1. ദെൻ സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഈസ് ഹാഫ്ഡ് 20 milliampere എന്തായി മാറി 10 milliampere ആയി മാറി കഴിഞ്ഞാൽ സെക്കൻഡ് കേസിൽ U2 is equal to half Li2 square. That is same equation half into L എന്ന് പറയുന്നത് 500 into 10⁻³ into I2 എന്ന് പറയുന്നത് 20യുടെ ഹാഫ് that is 10 into 10⁻³ the whole square ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 25 into 10⁻⁻6 ജൂൾ. ഈ പ്രോബ്ലത്തോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. സെൽഫ് ഇൻഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ദി സെയിം കോയിൽ. അതാണ് ആദ്യം മനസ്സിലാക്കിയത്. ദെൻ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ബാക്ക് EMF ഇക്വേഷൻ എഴുതി E is equal to -L into di/dt എന്നുള്ള ഇക്വേഷൻ കിട്ടി. ദെൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് നമുക്ക് ഇക്വേഷൻ കിട്ടി. ക്യാപിറ്റൽ L is equal to mu naught n square A into L. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ നമുക്ക് ഇക്വേഷൻ കിട്ടി. U is equal to half Li square. ഈ ഇക്വേഷൻ നമുക്ക് കൈനറ്റിക് എനർജി മെക്കാനിക്കൽ കേസിൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി L is equivalent to m or L is known as the electrical inertia which opposes the growth or decay of current. പിന്നെ ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അടുത്ത ദിവസം നമ്മൾ AC ജനറേറ്ററിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കും. ചാപ്റ്റർ നമ്പർ 6ലെ അവസാനത്തെ ടോപ്പിക്കാണ് AC ജനറേറ്റർ. ആ ടോപ്പിക്കിൽ ദ പ്രിൻസിപ്പിൾ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് AC ജനറേറ്ററും അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.